എക്സാം ആവാറായിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, ഓ ഏത് ചാപ്റ്ററാണ് ഫസ്റ്റ് പഠിക്കേണ്ടത്, ഇനിയിപ്പോൾ വളരെ കുറച്ച് ടൈമേ ഉള്ളൂ, അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഏത് ചാപ്റ്റർ പഠിക്കണോ അല്ലേ? ഇനിയിപ്പോൾ ഞാൻ പഠിക്കുന്ന ചാപ്റ്ററിൽ നിന്ന് അത്ര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ലെങ്കിലോ, വേസ്റ്റ് ഓഫ് ടൈം അല്ലേ? അപ്പം നിങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ തലയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും അത്. ഏത് ചാപ്റ്റർ പഠിക്കണം, ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഏതാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ? അപ്പം ഇനി നമുക്ക് എക്സാമിന് വളരെ കുറച്ച് സമയമുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ചാപ്റ്ററും ഫുൾ വേർഡ് ബൈ വേർഡ് വായിച്ച് ഫസ്റ്റ് തൊട്ടിരുന്ന് ഇങ്ങനെ പഠിച്ചു പോകാനുള്ള സമയം നമുക്കില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഓക്കെ, അതൊരു റിയാലിറ്റി ആണ്. അപ്പൊ നിങ്ങളുടെ മുന്നിൽ കുറച്ച് സമയമുള്ളൂ. ആ ഒരു കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് വാങ്ങണം. ആൻഡ് നിങ്ങൾക്ക് ഒരു 90 എബോ അല്ലെ, 90% എബോ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, സ്കോർ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ്, അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്റർ ആണ് ഫസ്റ്റ് പഠിക്കേണ്ടത്, ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് നമുക്കൊരു സ്മാർട്ട് വർക്കിലൂടെ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ കാണേണ്ടതുണ്ട്. അപ്പൊ ഇനി ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ, ഹാർഡ് വർക്കും വേണം, എന്നാൽ അതിനേക്കാളും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം, സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം അല്ലേ? സോ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ ആദ്യം ഇപ്പോൾ പഠിച്ചു തുടങ്ങേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞു തരാനാണ് ഇന്ന് ദിവസം വന്നിട്ടുള്ളത്. +1 ഇംഗ്ലീഷിലെ വെയിറ്റേജ്. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് 6 യൂണിറ്റ്സ് ആണ് +1 അതിൽ എത്ര ചാപ്റ്റേഴ്സ് ആണ്? 19 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 5 എണ്ണം പോം, 14 എണ്ണം പ്രോസസ് ആണ്. കഥയാവാം, എസ്സേ ആവാം, പ്രോസ് റൈറ്റിംഗ് ആണ് അല്ലേ? സോ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. 6 യൂണിറ്റ് ആണ്. അതിൽ മൊത്തത്തിൽ 19 ചാപ്റ്റേഴ്സ് ഉണ്ട്. അല്ല, അതിൽ 5 പോംസും 14 പ്രോസസ്സുമാണ് ഉള്ളത്. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഒരു കോണ്ടന്റ് പേജ്. ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ്, വേർഡ്സ് ആൻഡ് ഡീഡ്സ്, ബിയോണ്ട് ദ ഹൊറിസൺ, ബ്രേവിംഗ് ദ ഹസാർഡ്സ്, ഹാർമണി ഓഫ് ലൈഫ്, ലീപ്സ് ആൻഡ് ബൗണ്ട്സ്. ഇതൊക്കെയാണ് നിങ്ങളുടെ യൂണിറ്റ്സ്. ഓരോ യൂണിറ്റിലും എന്തുണ്ട്, 4ഉം 3ഉം ഒക്കെ ചാപ്റ്റേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. റെഡി? സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, +1 തന്നെ നിങ്ങൾ കൂടുതൽ സ്കോർ ചെയ്യാൻ നോക്കാം. +1 സ്കോർ നിങ്ങൾ തീരെ കുറയ്ക്കാതിരിക്കാൻ നോക്കാം. എപ്പോഴും എന്ത് ചെയ്യുക, ഡബിൾ പാസ് ആക്കി നിങ്ങൾ വെക്കണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ +1 നിങ്ങൾക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ ഉള്ള ചാൻസസ് കൂടുതലാണ്. ഇനി +2ലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗ്രാമർ പോർഷനിൽ നിന്നും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ +2ലാണ് ചോദിച്ച് കാണുന്നത്. ഓക്കെ, +1 അത്രത്തോളം ഗ്രാമറിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ +1 തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങളുടെ മാക്സിമം നിങ്ങൾ വാങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു സമയ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിനെങ്ങനെയാണ്, ഏത് ചാപ്റ്റർ ഞാൻ ഫസ്റ്റ് പഠിക്കണം, ഏത് സെക്കൻഡ് പഠിക്കണം, ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, ഇത് നിങ്ങളുടെ സ്റ്റേറ്റ് ബോർഡ് തന്നെ തന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഏതൊക്കെ യൂണിറ്റിൽ നിന്നും എത്രത്തോളം സ്കോറിന് ചോദിക്കാം, എത്രത്തോളം പെർസെൻറ്റേജ് മാർക്കിന് എക്സാമിന് ചോദിക്കാം എന്നുള്ളത് നമ്മുടെ ഗവൺമെൻറ് തന്നെ തന്നിട്ടുള്ള ഒരു അനാലിസിസ് ആണിത്. ഓക്കെ, നോക്കിക്കേടാ, ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് എന്നുള്ള യൂണിറ്റിൽ നിന്നും 18 മാർക്കിന് വരെ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ നമ്മൾ റിയാലിറ്റി ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ 2024 ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓരോ യൂണിറ്റിൽ നിന്നും ചോദിച്ചിട്ടുള്ള മാർക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഇതിനെ വിലയിരുത്തുന്നതാണ്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്നുള്ള യൂണിറ്റിൽ നിന്നും എത്രത്തോളം 22 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മനസ്സിലായല്ലോ സെക്കൻഡ് യൂണിറ്റ് എന്താണ്, ഫസ്റ്റ് യൂണിറ്റിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ബിയോണ്ട് ദ ഹൊറിസോണിൽ നിന്നും 21 മാർക്സിനും, ബ്രേവിംഗ് ദ ഹസാർഡിൽ നിന്നും 21 മാർക്സിനും, ലാസ്റ്റ് 2 യൂണിറ്റിൽ നിന്നും 12, 10 മാർക്സിനൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 12 മാർക്കോളം ചോദിക്കാം. ആൻഡ് 92 മാർക്കോളം ചോദിക്കുന്നത് എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് ആണ്. എന്ന് വെച്ചാൽ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് തന്നെ നമ്മളോട് എസ്സേ, പല കാര്യങ്ങൾ എഴുതാൻ പറയുമല്ലോ, എസ്സേ, ലെറ്റർ, ഇതുപോലെയുള്ള അതിനാണ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യടാ, നമ്മുടെ ആ ഒരു ഫസ്റ്റ് വരുന്ന പോം കോംപ്രഹെൻഷനോ അല്ലെങ്കിൽ പ്രോസ് കോംപ്രഹെൻഷനും അതുപോലെ തന്നെ ഗ്രാമറും ഇൻക്ലൂഡ് ചെയ്തിട്ട് വെറും 12 മാർക്കിന് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്നാണ് നമ്മുടെ ഗവൺമെൻറ് പറയുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി സെക്കൻഡ് യൂണിറ്റും ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ആർക്ക് കൊടുക്കണം, സെക്കൻഡ് യൂണിറ്റിന് കൊടുക്കണം. അതിനുശേഷം തേർഡ് യൂണിറ്റിനും
4th യൂണിറ്റിനും നമ്മൾ കൊടുക്കണം അല്ലേ. അപ്പൊ ഈ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ബാക്കി യൂണിറ്റ്സ് പഠിക്കരുത് എന്നല്ല, നിങ്ങൾ ആ ഒരു പ്രയോറിറ്റിക്ക് അനുസരിച്ച് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതിൽ കൂടുതൽ സ്ട്രെസ് ചെയ്ത് ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആക്കി മനസ്സിലാക്കി നിങ്ങൾ പഠിക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 2024 എങ്ങനെയാണ് സ്കോർ ചോദിച്ചിട്ടുള്ളത് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം അല്ലേ. അപ്പൊ ഇവിടെ പറഞ്ഞത് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്സിന് 18 മാർക്കിന് ചോദിക്കുന്നതാണ്, 9 മാർക്കിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയാണ്. സെക്കൻഡ് ഇവിടെ 22 മാർക്കിന് ചോദിക്കുന്നു പറഞ്ഞു, പക്ഷെ 13 മാർക്കിനാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ബിയോണ്ട് ദ ഹൊറിസൺ 21 ചോദിക്കുന്നു പറഞ്ഞു, 25 ചോദിച്ചിട്ടുള്ളത്. എടാ, അപ്പോൾ 3rd യൂണിറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ 2ാമത് 8 വെച്ച ആളാണ്, പക്ഷെ അതെന്തായി, ഫസ്റ്റിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് മനസ്സിലായി 2nd യൂണിറ്റും 3rd യൂണിറ്റും തന്നെയാണ് എന്ത് ഇവിടെ ടോപ്പായിട്ട് നിൽക്കുന്നത്. ഓക്കെ, സോ 25 മാർക്കിനോളം ബിയോണ്ട് ദ ഹൊറിസൺ എന്നുള്ള യൂണിറ്റിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ഹാർമണി ഓഫ് ലൈഫിൽ നിന്നും 12 മാർക്ക്, ഇവിടെ എത്തിയപ്പോൾ എന്തായി 13 മാർക്ക്, ഏകദേശം കറക്റ്റ് തന്നെയാണ്. 12 മാർക്ക്, ഇവിടെ എത്രയാടാ 8 മാർക്ക്. ബ്രേവിംഗ് ദ ഹസാർഡിൽ നിന്ന് 21 13 മാർക്കിന് ചോദിച്ചു. ആൻഡ് ലീപ്സ് ആൻഡ് ബൗൺസിൽ നിന്നും 10 മാർക്കാണ് പറഞ്ഞത്, 8 മാർക്കിന് ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഏകദേശം ആ ഒരു പറഞ്ഞ രീതിയിൽ തന്നെയാണ് ഇവിടെയും പ്രയോറിറ്റി വരുന്നത് അല്ലേ. എക്സാമിന് ചോദിച്ചിട്ടുള്ളതും ചാപ്റ്റേഴ്സിൽ നിന്നും ഈ ഒരു 2nd ചാപ്റ്ററും 3rd ചാപ്റ്ററും 4th ചാപ്റ്ററിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 മാർക്ക് മാറി എന്നല്ലാതെ അതിന് തന്നെ ആ 3 ചാപ്റ്റേഴ്സിന് അല്ലെങ്കിൽ ആ 3 യൂണിറ്റിന് തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു 3 യൂണിറ്റും എന്താണ്, നിങ്ങൾ ആദ്യം തന്നെ പഠിക്കേണ്ട യൂണിറ്റ് ആണ്. സോ ഈ ഒരു 3 യൂണിറ്റിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാം കേട്ടോ. ആൻഡ് അതുപോലെ ഗ്രാമർ സെക്ഷനിൽ നിന്നും 3 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ജനറൽ ഡിസ്കോഴ്സിൽ നിന്നും 26 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയാം മിസ് ജനറൽ ഡിസ്കോഴ്സസ് കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ലെറ്റർ ടു ദ എഡിറ്റർ, അതുപോലെ തന്നെ പ്രൊഫൈല്, അങ്ങനെ ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നിട്ട് നമുക്ക് ചെയ്യാൻ പറയുന്ന കുറച്ച് ഡിസ്കോഴ്സസ് ഉണ്ട് അല്ലേ. പ്രൊഫൈൽ ആയിക്കോട്ടെ, നോട്ടീസ് ആയിക്കോട്ടെ, ലെറ്റർ ടു ദ എഡിറ്റർ ആയിക്കോട്ടെ, ജനറൽ ആയിട്ടുള്ളൊരു കോണ്ടന്റ് ആണ് തരിക. ചിലപ്പോൾ നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് തന്നെ ഉള്ളതാവണമെന്നില്ല, ഒരു കറണ്ട് ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടായിരിക്കും. ഇപ്പോൾ പ്രൊഫൈൽ ആണെങ്കിലും ജനറൽ ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ച് എഴുതേണ്ട കാര്യമാണ് അല്ലേ. സോ ഇങ്ങനത്തെ ഡിസ്കോഴ്സസിൽ നിന്നും 26 മാർക്കിനോളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ അങ്ങനത്തെ ഡിസ്കോഴ്സസുകളും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കേണ്ടതാണ്. അതും എന്തുതന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, റെഡി. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ധാരണ ആയിട്ടുണ്ടാവും ഏത് യൂണിറ്റ് ആണ് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത്. ഇപ്പം നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് ഈ ഒരു 3 യൂണിറ്റും ആണ് കേട്ടോ. വേർഡ്സ് ആൻഡ് ഡീഡ്സും, ബിയോണ്ട് ദ ഹൊറിസണും, ബ്രേവിംഗ് ദ ഹസാർഡും. ഇതിൽ 3ൽ നിന്ന് ആണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി യൂണിറ്റ്സിലേക്ക് കടക്കാം. ഓക്കെ, സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾ എല്ലാവരും കുറച്ച് യെല്ലോ ഹാർട്സ് കൂടി കമന്റ് ചെയ്യുക. ആൻഡ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. ആൻഡ് താഴെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് കാണും. നിങ്ങൾക്ക് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ എല്ലാ ലൈവിൻ്റെയും നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ആലോചിക്കുക. ഹാർഡ് വർക്ക് മാത്രം പോരാ, എന്ത് ചെയ്യുക, കുറച്ച് സ്മാർട്ടായിട്ടും കൂടി ആലോചിച്ച് ഈ സമയ പരിമിതിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. നമ്മളെല്ലാവരും എന്തുണ്ട്, കൂടെ ഉണ്ട്. ഓക്കെ, സോ ബൈ, സി യു ആൾ.